Hello my dears, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ആദ്യത്തെ റെസിപ്പി ചിക്കൻ സുക്ക റെസിപ്പിയാണ് കേട്ടോ. മാംഗ്ലൂരിയൻ സ്റ്റൈൽ ചിക്കൻ സുക്ക. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങയുടെ കളർ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു ബ്രൗൺ കളറായിട്ട് വന്നാൽ മതി. ഭയങ്കരമായിട്ട് അങ്ങ് ഡാർക്ക് കളറായി പോകണ്ട, കാരണം വീണ്ടും ഇത് മസാലയിലിട്ട് ഒന്നും കൂടി ഒന്ന് വറക്കും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് മാറ്റി വെക്കാം. ഇനി വേറെ കുറച്ച് ഐറ്റംസ് കൂടി ഒന്ന് വറുത്തെടുക്കാനുണ്ട്. സോ സെയിം പാനിലേക്ക് ഒരു വലിയ സൈസ് ഉള്ളി സ്ലൈസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5-6 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ലാസ്റ്റിൽ ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കളറിന് വേണ്ടിയുള്ള ബാഡ്ഗി ചില്ലി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. എൻ്റെ ഇല്ല, അതുകൊണ്ടാണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, പിന്നെ ഒരു പട്ടയുടെ കഷ്ണം, ഒരു 3-4 ഗ്രാമ്പു, ഒരു 5-6 വെളുത്തുള്ളി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ആദ്യം 1 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതേപോലെ തീ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഒന്നെങ്കിൽ മീഡിയം അല്ലെങ്കിൽ ലോയിൽ വെച്ചാൽ മതി, ഹൈ ഫ്ലെയിമിൽ വേണ്ട. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ ഉള്ളിയുടെ ഒക്കെ കളർ നന്നായിട്ട് മാറി വരണം. അതേപോലെ മുളകൊക്കെ നല്ലോണം മൂത്ത് വരണം. അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. പിന്നെ അതേപോലെ നിങ്ങളുടെ കയ്യിൽ മുളക് മല്ലി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഇതെല്ലാം മൂപ്പിച്ച് കഴിഞ്ഞ ശേഷം ലാസ്റ്റിൽ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ ഏറ്റവും ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതായിപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന തേങ്ങയില്ലേ, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അഥവാ നിങ്ങൾക്ക് എല്ലാം ഒരുമിച്ച് റോസ്റ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ തേങ്ങയുടെ കൂടെ ഈ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതൊന്നും കൂടി ഈസി ആയിരിക്കും. പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം റോസ്റ്റായി വന്നിട്ടുണ്ട്. ലാസ്റ്റിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചാൽ മതി. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. പക്ഷെ ഞാനിവിടെ അരയ്ക്കുന്നില്ല, പൊടിച്ചെടുക്കുന്നേ ഉള്ളൂ. അതേപോലെ പൊടിക്കുന്നത് ഭയങ്കര നൈസായിട്ടല്ല, കുറച്ച് തരിത്തരിയായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇൻ കേസ് ഇങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം നൈസായിട്ട് പൊടിച്ചെടുക്കാം. അതല്ല അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ ഞാനിങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം. അതായത് ചിക്കൻ വേവിച്ച് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് സെയിം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അത്യാവശ്യം വലിയ സൈസിലുള്ള 2 ഉള്ളി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി വന്നാൽ മതി. അങ്ങനെ ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊരു കളർ മാറിയാൽ മതി. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 500 ഗ്രാം ചിക്കനാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ വിത്ത് ബോണാണ് എടുത്തേക്കുന്നത്. പിന്നെ ടെൻഡർ ചിക്കനാണ്. ഇതിന് അധികം സമയം വേണ്ടി വരില്ല വേവാനായിട്ട്. ഇൻ കേസ് നിങ്ങളുടെ ചിക്കൻ നല്ലപോലെ വേവുള്ള ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുക്കിംഗ് ടൈം കൂടും. പക്ഷേ ഇതിനധികം സമയമൊന്നും വേണ്ട കേട്ടോ. സോ ചിക്കനും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കരിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഒരു 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ആ സമയം കൊണ്ട് ചിക്കനിൽ കുറച്ച് വെള്ളം ഇറങ്ങി തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചേക്കുന്ന മസാല ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന മസാലയില്ലേ, അത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ അത്യാവശ്യം ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചേക്കുന്ന മസാല കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എത്ര എടുത്തിട്ടുണ്ടോ അത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയൊക്കെ ചിക്കനിൽ കോട്ടായി കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഞാൻ ഇപ്പോഴും വെള്ളം ഒഴിക്കുന്നില്ല. ഇതിനി അടച്ച് വെച്ച് വേവിക്കാൻ പോവാണ്. അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ അതേപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോഴേക്കും കുറച്ച് വെള്ളം ഒന്ന് ഇറങ്ങി തുടങ്ങും. ഇത് ആക്ച്വലി ഒരു ഡ്രൈ റെസിപ്പിയാണ് കേട്ടോ, ഒരു റോസ്റ്റിൻ്റെ ഒക്കെ പോലത്തെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം അധികം ചേർക്കുന്നില്ല. നമ്മൾ വെറും 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും വേണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒന്നിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതിയേ. ചിക്കൻ ഒന്ന് വെന്ത് വരാൻ വേണ്ടി പേരിന് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്, ഹൈ ഫ്ലെയിമിൽ വെക്കാനേ പാടില്ല. പിന്നെ ഇതിൻ്റെ കുക്കിംഗ് ടൈം ഞാൻ എക്സാക്റ്റ് ആയിട്ട് പറയുന്നില്ല, കാരണം ഈ ചിക്കൻ അധികം വേവില്ല, പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചിക്കൻ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ഏകദേശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഒരു 90% ആയെന്ന് തോന്നുന്ന സമയത്ത് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. കാരണം മാംഗ്ലൂർ ഡിഷിന് പുളി ചേർത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. അയ്യോ പുളി ചേർത്ത ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുളി ചേർത്ത നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ഒരിക്കലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇത് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. കാരണം പുളി ഒന്ന് വെന്ത് വരണം. അപ്പോൾ അതുകൊണ്ട് 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്ത് ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. തേങ്ങ ചേർത്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തേങ്ങയും ചേർത്ത് ഒരു കൈപ്പിടിയോളം മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. ഇനി ഇത് നല്ലതുപോലെ ചൂടാക്കി എടുക്കണം കേട്ടോ. കാരണം വെച്ചാൽ തേങ്ങ ചേർത്തേക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് മോശമായി പോവും. പുറത്തിരിക്കുന്നതോറും ഇത് മോശമാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അടച്ച് വെച്ച് 1-2 മിനിറ്റ് ഒന്ന്
ചൂടാക്കി എടുക്കണേ. അത്രയേ ഉള്ളൂ. 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ മാംഗ്ലൂർ സ്റ്റൈൽ ചിക്കൻ സുക്ക റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. ചപ്പാത്തിക്കും ദോശയ്ക്കും അതേപോലെ തന്നെ ചോറിനൊക്കെ അടിപൊളി ടേസ്റ്റാണ്. തേങ്ങയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ ഒരു മസാലയും അടിപൊളി മസാലയാണ്. നിങ്ങൾ ഇതുവരെ കഴിക്കാത്ത ഒരു റെസിപ്പി ആയിരിക്കും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചിക്കൻ ചുക്ക ഇല്ലേ, അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആവില്ല, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തത് മസാല സേമിയ ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കാരണം സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ ഞാൻ വറുത്തെടുത്ത സേമിയാണ് ഉപയോഗിക്കുന്നത്. വറുത്ത സേമിയ തന്നെ വേണേ, അല്ലാന്നുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് വറുത്ത സേമിയ തന്നെ എടുക്കണം. എന്നിട്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ വറുത്ത് മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ. അതൊന്നും കാണിച്ചിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സമയം എടുക്കും, അതുകൊണ്ടാണ് കാണിക്കാറുന്നത്. ഒരു 2-3 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേന് 75% സേമിയ വെന്ത് വരും. അത് മതിയാവും. ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട കേട്ടോ, കാരണം വെച്ചാൽ കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരുവം മതിയാവും. ഇനി ഇത് മാറ്റി വെക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ അരിപ്പയിലോട്ട് ഇട്ടിട്ട് പച്ചവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കും, അതാകുമ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല. അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചു, എന്നിട്ട് കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് 2 മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, സ്ക്രാമ്പിൾഡ് ഒക്കെ ഉണ്ടാക്കി എടുക്കുകയാണ്, അത്രേ ഉള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് മസാല ഉണ്ടാക്കുന്ന സമയത്ത് മുട്ട പൊട്ടിച്ച് ഒഴിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് മുട്ട ഇങ്ങനെ ചിക്കി മാറ്റി വെക്കുന്നതേ. കുറച്ച് ഉപ്പും കുരുമുളകും പിന്നെ കുറച്ച് മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ചിക്കി എടുത്ത് മാറ്റി വെക്കാം. അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി മസാല ഉണ്ടാക്കി തുടങ്ങാം. സോ സെയിം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു പട്ട, ഒരു ഗ്രാമ്പു, ഒരു ഏലക്ക, പിന്നെ ഒരു ചെറിയ ബേ ലീഫ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇങ്ങനെ അരിയണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുത്തതേ ഉള്ളൂ. എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളിയുടെ കളർ അത്യാവശ്യം ഒന്ന് മാറി ഒന്ന് വാടി വരണം. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തു, എന്നിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരണം. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി, 3/4 ടീസ്പൂണോളം ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല വേണമെന്നൊന്നുമില്ല, ഗരം മസാല ചേർത്താലും മതി. പിന്നെ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇനി ഇതിലോട്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടച്ച് വെച്ച് വേവിക്കണം. തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം, അത്രയേ ഉള്ളൂ. അതുവരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. 1-2 തവണ ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇതാ ഇപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചേക്കുന്ന സേമിയ ഇല്ലേ, വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന സേമിയ, അത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ നന്നായിട്ട് കോട്ടാക്കി ഇടണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ 2-3 മിനിറ്റെങ്കിലും ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഇത് വെന്ത് പോവോ, അത് ഒട്ടിപ്പിടിക്കുമോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ വേണ്ട കേട്ടോ. അത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അപ്പോൾ 2-3 മിനിറ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന മുട്ടയില്ലേ, അത് ചേർത്ത് കൊടുക്കാമേ. എനിക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് മുട്ട ചേർത്ത് കൊടുക്കേണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എഗ് ബുർജി ടൈപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തക്കാളി വെന്ത് വരുന്ന സമയത്ത് തന്നെ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒരു എഗ് ബുർജി ടൈപ്പൊക്കെ കിട്ടും. അത് കഴിഞ്ഞ് സേമിയ ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ദാ എഗ്ഗും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് ചൂടായി വരട്ടെ. അത് കഴിഞ്ഞ് തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. ഞാനൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല സേമിയ റെഡി ആയിട്ടുണ്ട്. പിന്നെ സ്പൈസി ആയതുകൊണ്ട് സൈഡ് ഡിഷിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് ഞാൻ ജീര റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ബസ്മതി റൈസിലാണ് ജീര റൈസ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവേ. അപ്പോൾ ഞാൻ എങ്ങനെ ചോറ് വെക്കുന്നതും കൂടി ഒന്ന് കാണിച്ചു തരാം. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ബസ്മതി റൈസ്. ഇനി ഇതൊരു 15 to 20 മിനിറ്റ്സ് മിനിമം ഒന്ന് കുതിർക്കാൻ വെക്കണം. അത് കഴിഞ്ഞ് ഒരു കുക്കറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വന്നാൽ മതി. ഒരൊറ്റ വിസിൽ അടിക്കാവൂ, അല്ലെങ്കിൽ വെന്ത് പോവും. അപ്പോൾ അതാ ഒരു വിസിൽ അടിച്ചതിന് ശേഷം പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. എന്നാൽ കുഴഞ്ഞു പോയിട്ടുമില്ല. നല്ല ഇങ്ങനെ എന്താ പറയുക, ഒട്ടാത്ത രീതിയിൽ ചോറ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഫാനിൻ്റെ അടിയിൽ വെക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കണം. ഇനി നമുക്ക് ജീര റൈസ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് നടുകെ
ഇങ്ങനെ സ്ലിറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, നിങ്ങൾക്ക് അതിൻ്റെ കുരു കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ജീര റൈസ് ആണല്ലോ, അപ്പോൾ ജീരകത്തിൻ്റെ സ്മെല്ല് വേണം മുന്നിൽ നിൽക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഫ്രൈ ആയി വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന റൈസ് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ആക്ച്വലി ഈ റെസിപ്പി ത്രൂ ഔട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. തീ ഒട്ടും കുറച്ചിട്ടില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇൻ കേസ് നിങ്ങൾക്ക് അത്രയും ഫ്രൈ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ ഒന്ന് മാറ്റി വെക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. അതും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ എനിക്കിഷ്ടമാണ് ചേർക്കുന്നത്, അതുകൊണ്ട് ചേർത്തെന്ന് മാത്രം. അങ്ങനെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ജീര റൈസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.